നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. തന്ത്രി എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നും തന്ത്രിയെ വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ പലരും തന്ത്രിക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നേരിട്ട് രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വശത്ത് പ്രതിപക്ഷമാണെങ്കിൽ മറുവശത്ത് BJP, അതായത് PS ശ്രീധരൻപിള്ള എന്ന ഗോൾഡൻ ചാൻസിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള വ്യക്തി ഇപ്പോൾ തന്നെ വീണ്ടും ഗോൾഡൻ ചാൻസ് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതായത് ഒരു കുറ്റവാളിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ രംഗത്തേക്ക് ഇറങ്ങുന്ന അഭൗമ സുന്ദര സുരഭിലമായ ഒരു കാഴ്ച. എന്തുകൊണ്ടാണ് തന്ത്രിക്ക് വേണ്ടിയിട്ട് ഇത്രയും അധികം ആളുകൾ അല്ലെങ്കിൽ UDFകാർ ഇത്രയ്ക്ക് നമുക്ക് നോക്കിയാൽ KC വേണുഗോപാൽ, പിന്നെ നമ്മുടെ VD സതീശൻ, ചെന്നിത്തല തുടങ്ങിയ ഈ പറയുന്ന കനകോലുവിൻ്റെ ശിഷ്യന്മാരെല്ലാം നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു നീക്കം? അതായത് ഇതിൽ തന്ത്രിയെ സർക്കാർ കൂലങ്കഷമായി ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ഒടുവിൽ സർക്കാരിൻ്റെ മേലെയുള്ള എല്ലാ കുറ്റങ്ങളെയും മറികടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തന്ത്രം കണ്ടെത്തുകയും തന്ത്രിയെ പിടിച്ച് ജയിലിനകത്താക്കുകയും ചെയ്തു എന്ന ഒരു പൊതു നരേറ്റീവ് സൃഷ്ടിക്കുകയും അതിലൂടെ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ഒരുപറ്റം ഭൂരിപക്ഷ ഹൈന്ദവ വോട്ടുകൾ തങ്ങളിലേക്ക് ക്രമീകരിക്കാനും വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് മറ്റൊരു വശം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ തന്ത്രി എന്ന് പറയുന്ന ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ഇത്രത്തോളം നാടകം കളിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നോ? തന്ത്രി എന്താ പറഞ്ഞത്? തന്ത്രി പറഞ്ഞത് 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതികൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ക്ഷേത്രം പൂട്ടിക്കൊണ്ടു പോകുമെന്ന് താൻ പറഞ്ഞു. ആ യുവതീ പ്രവേശനത്തിന് എതിരായിട്ട് താൻ നിന്നതുകൊണ്ടാണ് തന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ കേസിൽ പെടുത്തിയത്. മറ്റൊരു തന്ത്രിയായിരുന്ന കണ്ഠരര് മോഹനരെ പെടുത്താൻ വേണ്ടി സർക്കാർ ശോഭാ ജോണിനെ ഏർപ്പാടാക്കി എന്ന് പറയാതിരുന്നത് ഭാഗ്യം. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, തന്ത്രിയെ അങ്ങനെ ഇടപെടുത്തണമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്ത്രിയെ കുറ്റക്കാരനാക്കിക്കൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് വേറെ ഏതെങ്കിലും ഒരു പദ്ധതി ഇട്ടാൽ പോരെ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു കേസ് ആദ്യമായി ഉയർന്നു വന്നത് ആരുടെ ഭാഗത്ത് നിന്നാണ്? അല്ലെങ്കിൽ ആ കേസ് സംസ്ഥാന സർക്കാർ കൊത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണോ? അല്ലെങ്കിൽ പത്മകുമാറും N വാസുവും ശങ്കരദാസും ഇവിടുത്തെ VN വാസുവിനും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള ഒരു വിഭാഗം ആൾക്കാർ നമുക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്ത്രി ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി നമുക്ക് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നോ? അല്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കേസ് തന്നെ രൂപം കൊള്ളുന്നത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പദ്ധതി തകർക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു പ്രോഗ്രാമിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നേരിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ഒരു പരാതി മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് അവിടുത്തെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും പോറ്റി കരുതിയത് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം പിടിച്ചെടുത്ത് കഴിയുമ്പോഴേക്ക് പ്രശ്നം അവിടെ അവസാനിക്കുമല്ലോ, തനിക്ക് ഓർമ്മയില്ലായിരുന്നോ, തനിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിഭ്രമം സംഭവിച്ചിരുന്നോ, എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചു. എന്നാൽ കാര്യങ്ങൾ അതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായിരുന്നു എന്ന് പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ കോടതി, വിജിലൻസ് കോടതിയുടെ ഇതിന് പറയുന്നില്ല. വിജിലൻസ് കോടതി എന്ന് പറയുന്ന അതിൻ്റെ ജാമ്യം കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഒരു കഴഞ്ച് തെളിവ് പോലും ഇദ്ദേഹത്തിനെതിരായി, തന്ത്രിക്കെതിരായി SITക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, ശരി, ആ വാദം നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു, കോടതിയുടെ ആ നിർദ്ദേശത്തെ നമ്മൾ മാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കോടതി അന്തിമമായ ഒരു വിധി അല്ലല്ലോ അത്. അല്ല, തീർച്ചയായിട്ടും ഈ കേസ് ആരാണ് അന്വേഷിക്കുന്നത്? അത് SIT. ആ SIT ആരുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ആണോ? അല്ല. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽപ്പെട്ട കുറച്ചധികം ഉദ്യോഗസ്ഥന്മാരെ ചേർത്തുകൊണ്ട് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ എല്ലാ ത്രെഡും കയ്യിൽ വെച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഈ പറയുന്ന തന്ത്രിക്ക് എതിരായി തെളിവുകളും എല്ലാ മൊഴികളും അടക്കം ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുത ആണ്, നമ്മൾ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ SIT ആണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജിലൻസ് കോടതികളുടെ അപ്പീൽ പരിഗണിക്കുന്ന ഹൈക്കോടതി വിഭാഗത്തിലേക്ക് തീർച്ചയായിട്ടും അപ്പീൽ കൊടുക്കാനുള്ള സർവാധികാരം ശരിക്കും ഈ നമ്മുടെ SITക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ കൂടുതൽ തെളിവുകൾ SIT അവിടെ ഹാജരാക്കിക്കൊണ്ട് ഈ പറയുന്ന തന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ജാമ്യം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ ഒരു അപ്പീൽ അവിടെ കൊടുക്കുകയും ചെയ്യും. സംഗതി അതോടെ കഴിയും. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഈ പറയുന്ന തന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് നമുക്ക് അങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുമോ?
അപ്പോൾ തന്ത്രിക്ക് എന്തുകൊണ്ടാണ് 2017 ഈ 40 വർഷത്തോളം ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടുള്ള കൊടിമരം അത് ചിതലരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലൊരു കഥയുണ്ടാക്കുകയും പിന്നീട് കൊടിമരം മാറ്റി അല്ലെങ്കിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കുകയും എൻ്റെ സ്വർണ്ണ നാഴികൾ ഉൾപ്പെടെ മാറ്റുന്നതിനൊക്കെ കാരണം എന്തായിരുന്നു? അവിടുത്തെ വാജീവാഹനം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തന്ത്രിക്ക് അവകാശപ്പെട്ടതായി മാറുന്നത് തുടങ്ങി ഒരുപാട് ചർച്ചകൾ പിന്നീട് വരണം. ഈ വാജിവാഹനം പിന്നെ തന്ത്രിയുടെ സ്വത്താണോ? അല്ല, അത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ്. കാരണം അവിടെ തന്ത്രിക്ക് വേണ്ടിയിട്ട് കൊടുത്തതല്ല വാജിവാഹനം, അവിടുത്തെ അയ്യപ്പന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒന്നാണ് വാജിവാഹനം. ആ വാജിവാഹനം, ആ സ്വർണത്തിലുള്ള വാജിവാഹനത്തിന് എങ്ങനെയാണ് തന്ത്രി അവകാശം വരുന്നത്? അതിന് നിയമപരമായ നൂലാമാലകളെക്കുറിച്ചും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അവിടെ ഒരു അനുജ്ഞ എന്ന് പറയുന്ന ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവിടുത്തെ ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്? അത് ദേവസ്വം ബോർഡ് വിചാരിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും കൂടെ വിചാരിച്ചാൽ ഉടനെ മാറ്റാൻ പറ്റുന്ന കാര്യമല്ലോ. അതിന് തന്ത്രിയുടെ അനുമതി വേണം. അപ്പോൾ തന്ത്രിയുടെ അനുമതി ഈ പറയുന്ന കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ തന്ത്രി അതിൽ നിന്നും മാറി നിൽക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അതായത് അവിടുത്തെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാനായി കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടുത്തെ പിന്നെ ശബരിമലയിലെ നമ്മളീ പറഞ്ഞ കൊടിമരം മാറ്റി സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പം ഇമാതിരി കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു. ഇതിനെ അനുജ്ഞ എന്ന് പറയുന്ന ഒരു കാര്യം രേഖാമൂലമാക്കേണ്ടതുണ്ട്. അപ്പോൾ അനുജ്ഞ എങ്ങനെയാണ് അനുജ്ഞ ഉണ്ടാകുന്നത്? ഇപ്പം അനുജ്ഞ എന്ന് പറയുന്ന കാര്യമില്ലെങ്കിൽ ശബരിമലയിലെ പൂജാതി കാര്യങ്ങളടക്കമുള്ള ഒരു കാര്യങ്ങൾക്കും അവിടെ അനുമതി ഇല്ലാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദേവൻ പറയുകയാണ് ശരി നിങ്ങളത് മാറ്റി സ്ഥാപിച്ചോളൂ എന്ന് ദേവനുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന തന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അജയ് തറയിലും പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും കൂടെ ചേർന്നിട്ട് അവിടുത്തെ കൊടിമരം മാറ്റി സ്ഥാപിക്കുക? അപ്പോൾ തന്ത്രി അറിഞ്ഞുകൊണ്ടല്ലേ അത് നടന്നിരിക്കുന്നത്. അപ്പോൾ തന്ത്രിക്ക് അറിയാമായിരുന്നു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊടുത്തു വിട്ടത് തന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴും അവിടെ തന്ത്രിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇമാതിരി കാര്യങ്ങളെല്ലാം കൃത്യമായി തന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വ്യക്തമായി നമ്മൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പിന്നീട് തന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒരു ആരോപണം എടുത്തിട്ട് അലക്കിയത്? അതായത് സർക്കാർ ഈ പറയുന്ന അന്നത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ നിലപാട് ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ സർക്കാർ പകപോക്കുകയാണ് എന്ന് പറയാൻ എങ്ങനെ തന്ത്രിക്ക് കഴിയും? തന്ത്രി പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അല്ലാതെ സർക്കാരിന് പകപോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ കൊണ്ടുവച്ച് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സർക്കാരിന് നേരിട്ട് തന്നെ പകപോക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ഒരു കേസ് എന്തിനാണ് കൊണ്ടിട്ടത്? ഈ ഒരു വിവാദ വിഷയം ഉയർത്തിക്കൊണ്ട് വരികയും അപ്പോൾ എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് സർക്കാരിനെ കുറ്റം പറയും. കണ്ടില്ലേ സർക്കാർ മനഃപൂർവ്വം യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർക്കാർ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ യുവതികൾക്ക് പ്രവേശനം ആകാം എന്ന സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരാൾ കൂടിയായി തന്ത്രി മാറുന്നു. അന്ന് വേണമെങ്കിൽ കേസെടുക്കാമായിരുന്നു. അങ്ങനെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ കേസ് വേണമെന്നുണ്ടെങ്കിൽ അന്നും സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ തന്ത്രിയെ പൂട്ടാം. എന്നിട്ട് തന്ത്രിയെ അന്ന് പൂട്ടിയില്ലല്ലോ. പിന്നീട് ഇത്രയും കാലം കഴിഞ്ഞല്ലോ. എത്ര മണ്ഡലകാലം അതിനുശേഷം കഴിഞ്ഞു? അതിനുശേഷം ഇതുവരെയായിട്ട് തന്ത്രിക്കെതിരെ നീക്കം ഉണ്ടായോ? ഇല്ല. അപ്പോൾ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതാണോ സ്വർണ്ണക്കൊള്ള കേസ്? അതുമല്ല. ഇതിൽ സർക്കാരിൻ്റെതായ അല്ലെങ്കിൽ സർക്കാരിൽ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയായി ബന്ധപ്പെട്ടിട്ടുള്ള ആരും ഇതിൽ പെട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. ആരൊക്കെയുണ്ട്? പിന്നെ പത്മകുമാറുമുണ്ട്, എൻ വാസുവുമുണ്ട്, ശങ്കർദാസുമുണ്ട്. ഇവരെല്ലാം ഇടതുപക്ഷക്കാരല്ലേ? അതെ. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ആ കേസ് പിൻവലിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സർക്കാരിന് അറിയേണ്ട ഇത്രയും കാര്യമുള്ളൂ. ശബരിമലയിൽ അയ്യപ്പൻ്റേതെന്ന് പറയുന്ന വിശ്വാസി സമൂഹം അവിടെ സംഭാവന അയ്യപ്പന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ആ സ്വർണമെല്ലാം എവിടെ പോയി എന്ന് കണ്ടെത്തുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിൻ്റെ കടമയായതുകൊണ്ടാണ് സർക്കാർ അതിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത്. അതായത് ഈ അന്വേഷണത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ ആർക്കൊപ്പമാണ് എന്ന സ്വാഭാവികമായ ചോദ്യം അപ്പോഴാണ് ഉയരുന്നത്. അവിടെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ശബരിമലയ്ക്കൊപ്പമാണ് സർക്കാർ. നമ്മൾ ഇത്രയും കാലമായിട്ടും ശബരിമലയായിട്ടുള്ള വികസന പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്ന ആരാണ്? തന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് താഴവൻ കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടാണോ ഈ പറയുന്ന ഇക്കണ്ട ശബരിമല വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിപ്പോകുന്നത്? അല്ല. ഇനി അതല്ല ഇവിടുത്തെ RSSകാരുടെ പണം ഉപയോഗിച്ചിട്ടാണോ ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നത്? അല്ല. അതാത് കാലഘട്ടങ്ങളിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നിട്ട് തന്നെയാണ് ശബരിമല ഇന്ന് കാണുന്ന ശബരിമല എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്.
എന്തിനായിരുന്നു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? അല്ല. ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ നടപ്പിലാക്കുകയും ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ശബരിമലയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് നന്മ ചെയ്യണം, അതായത് ഭക്തജനങ്ങളിലെ ഏത് രീതിയിലാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച ആരാണ്? അത് UDF-കാരാണെന്നേ. അതിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച മറ്റൊരു ടീമാരാണ്? അതും ഈ പറയുന്ന UDF-ഉം അതോടൊപ്പം തന്നെ BJP-യുമാണ്. അതിനുശേഷം BJP തന്നെ ഇവിടെ ഒരു സംഗമം നടത്തിയല്ലോ പന്തളത്ത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് രാഷ്ട്രീയമായിരുന്നു എന്നേ. കാര്യം എന്താ? എന്തുകൊണ്ടാണ് BJP അങ്ങനെ രാഷ്ട്രീയമായി ഒരു സംഗമം നടത്തിയത്? ആ സംഗമം നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ നയിക്കുന്ന സർക്കാർ നടത്തുമ്പോൾ സ്വാഭാവികമായും NSS-ഉം SNDP അടക്കമുള്ള ഹിന്ദു ഭൂരിപക്ഷം പതിയെ അങ്ങോട്ട് ചേക്കേറി, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂല ഭാവം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇത് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ BJP-ക്കാർ ആ ഹൈന്ദവ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഒരു അയ്യപ്പ സംഗമം പോലെ ഒരു സംഗമം സംഘടിപ്പിച്ചത്. അവിടെ വികസനമല്ല ചർച്ച ചെയ്തത്, അവിടെ വർഗീയ വിദ്വേഷവും രാഷ്ട്രീയവും മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ അപ്പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടത് രാഷ്ട്രീയത്തിനപ്പുറം, വർഗീയ വിദ്വേഷത്തിനപ്പുറം ശബരിമലയുമായി, അല്ലെങ്കിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഈ രണ്ട് സംഗമങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എങ്ങും ശബരിമലയിലെ കൊള്ള മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. കൊള്ളയെക്കുറിച്ച് ഉയർന്നു വന്ന ആ സമയത്ത് തന്നെ സർക്കാർ അന്വേഷണത്തിനെ സ്വാഗതം ചെയ്തു. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. അതിനകത്ത് ആർക്കും യാതൊരു കുറ്റവും പറയാനില്ല. അപ്പോൾ തന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താണ്? തന്ത്രി സർക്കാരിനെതിരായി ഒരു വികാരം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു BJP അജണ്ട മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് തന്ത്രി ചെയ്യുന്നത്. ആ തന്ത്രിക്ക് പിൻബലം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ മതേതര സർക്കാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതേതര മുഖമുണ്ടെന്ന് പറയുന്ന UDF-കാർ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഒരു ഹൈന്ദവ വികാരം കത്തിക്കുകയും ആ കത്തിക്കുന്നതിലൂടെ സർക്കാരിനെ എങ്ങനെയെങ്കിലും ഇറക്കി താഴെ വലിച്ചിട്ടുകൊണ്ട് അവിടേക്ക് ഞങ്ങൾ വിശ്വാസികളെ സംരക്ഷിക്കുന്നവരാണ് എന്നുള്ള ഒരു കപട ടാഗ്ലൈനുമായി UDF-ന് അധികാരത്തിൽ വരണം. കാര്യങ്ങൾ ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തന്ത്രി കുറ്റക്കാരനല്ലെങ്കിൽ SIT എന്തിന് അറസ്റ്റ് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴുമുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കുമല്ലോ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്, SIT അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്ത്രിക്കെതിരായ തെളിവുകളും മൊഴികളും അടക്കം ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പോൾ ഈ തന്ത്രി പറയുന്നത് ഒരു പകരം വീട്ടലാണോ? അല്ല, ഇതൊരു പകരം വീട്ടലല്ല. ഇത് തന്ത്രിയെ മനഃപൂർവ്വം കരുതിക്കൂട്ടി കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല. അവിടെ നടന്ന ഓരോ സംഭവങ്ങൾക്കും, ഓരോ നീക്കുപോക്കുകൾക്കും തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഇല്ലെങ്കിൽ ശബരിമലയിൽ ഒന്നും നടക്കില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ ഇവിടെ കനകോലു ഇനിയിപ്പോൾ ഈ ഒരു സംഭവത്തെ എങ്ങനെയെങ്കിലും ആളിക്കത്തിച്ചുകൊണ്ട് LDF-ന് എതിരായി തിരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെന്ന് സാരം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.